തിരിച്ചടിയൊന്നുമില്ല. അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തൊന്നും തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതായത് കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും മാത്യു കുഴൽനാടനോടില്ല. അട്ടിമറിയില്ല. പക്ഷെ അടുത്ത ദിവസം അടുത്ത മാസം എടുക്കും. അടുത്ത മാസം ആവണ്ടേ, ഈ മാസം തന്നെ എൻഡ് ഓഫ് ദ മന്ത്. അതെ, അത് ചെറിയ അവരെ പ്രശ്നം കൊണ്ടാണ്, ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് കുറച്ച് ഇത്തിരി ഡിലേ ആയത്. അതിനാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന് ഇപ്പൊ ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും പ്രചരണം നടത്താൻ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് മക്കളെയും കൂട്ടി ആലയിൽ നിന്ന് പൈക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ. എന്ത് ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ റിയാക്ട് ചെയ്യണം. ഞങ്ങൾ പറയുന്നത് പാർട്ടി റിയാക്ട് ചെയ്യണം. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായിട്ടുള്ള ഒരു വിഷയം അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിരുന്നല്ലോ. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ ഒരു വിഷയം, അതൊക്കെ ഞാൻ കമന്റ് ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെയാണ്. അത്ര മതി. അതിനപ്പുറത്തൊന്നും കമന്റ് ഇല്ല. ഒന്നും തോന്നിയിട്ടില്ല. എനക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആരെ കുറിച്ചും പരാതിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എനിക്ക് പോയിട്ട് ഒപ്പിട്ടെടുക്കാം. തരേണ്ട കാര്യമില്ല. ആർക്കാ വിമർശനം? ഒന്നുമില്ല. ഓരോ അട്ടിമറിയില്ല. ഇനി ആരെതിർത്താലും എന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തറക്കാനൊന്നും കഴിയില്ല. അത് അതിന്റെ വഴിക്ക് പോകും. ഒന്നുമില്ല. നാളിലില്ലേ ചാർജ് പ്രസിഡന്റ് ഇല്ലേ? അപ്പൊ അസലൊന്നും അല്ലേ? നിങ്ങൾ വരും. ഞാൻ വരേണ്ട സമയത്ത് ഞാൻ വരും. ഓക്കെ, ശരി. എന്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം? തോറ്റതിന്റെ കേരളത്തിൽ 20 തോക്കാൻ പോവുക. അത് കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. കണ്ണൂർ വിജയം ഉറപ്പിക്കാം. അത് പണ്ടേ ഉറപ്പിച്ചാ. ഓക്കെ. ഒന്ന് വേറെ ജന്മത്തിൽ വരാൻ പോകുന്ന കണ്ണൂരായിരിക്കും.